അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഊത്തപ്പവും അതുപോലെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രോൺസ് നിർവാണ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അത് തലേന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് അരക്കാൻ ആവശ്യമായിട്ട് കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു കുടുക്കയിൽ വയ്ക്കലായിരിക്കും ബെറ്റർ. പെട്ടെന്ന് ഇത് പൊങ്ങി വരാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നിയിട്ട് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇത് 2-3 മണിക്കൂർ വെക്കണം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനതിൻ്റെ ഇടയ്ക്ക് പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു, ചെറുതായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കാം. ഇതുപോലത്തെ 2 സ്പൂണ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാൻ വേണ്ടിക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ചെറുതായി എരിഞ്ഞിട്ട് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കണം. ഇവിടെ കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നന്ന തിക്കായിട്ടും ഉണ്ടാവാൻ പാടില്ല, അതുപോലെ നല്ലോണം ലൂസാവാനും പാടില്ല. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പ്രോൺസ് നിർവാണയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. 1 കപ്പ് മല്ലിച്ചപ്പ് എടുക്കുക. അതുപോലെ ഒരു 4 തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, കുരുമുളക്, എരിവൊക്കെ നിങ്ങളെ ഇതനുസരിച്ചിട്ട് ഇട്ടെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തെടുക്കാം. ഇതെല്ലാം നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോൾ ഒരു 350-400 ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് മസാല ഒന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതെല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ മസ്റ്റാണ്, അതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്തെടുക്കാം. ഇതിലൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ആ ചെമ്മീൻ ഇട്ടെടുക്കാം. പിന്നെ ഇതൊന്നൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. പിന്നെ നന്നായി കുറുകി വരണം. ഒരു 2-5 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കാം. പിന്നെ അതുപോലെ മല്ലിച്ചപ്പ്, പഞ്ചസാര ഒരു ടേസ്റ്റിന് ചേർത്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഊത്തപ്പവും പ്രോൺസ് നിർവാണയും നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.